ഇപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് കൈകളിൽ ഉണ്ടാകുന്ന തരിപ്പ്. ഒരുപാട് പേഷ്യൻസ് മറ്റു രോഗങ്ങളുമായി വരുമ്പോൾ അതിൻ്റെ കൂടെ കൈകളിൽ തരിപ്പുണ്ടാകുന്നത് പറയാറുണ്ട്. ശരിക്കും ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതായത് നമ്മുടെ റിസ്റ്റിലുള്ള ഒരു പ്രധാന ഞരമ്പായ മീഡിയൻ നെർവിനുണ്ടാകുന്ന കംപ്രഷൻ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ട് അവിടെ നമ്മുടെ കൈകളിൽ തരിപ്പുണ്ടാകുന്നു. പ്രധാനമായും തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരലാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇത് കൂടുതലും കണ്ടുവരുന്നത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളിലും അല്ലെങ്കിൽ തയ്യൽ ജോലിക്കാരിലൊക്കെയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ആണ്. ഇത് നമ്മുടെ കഴുത്തിലുള്ള കശേരുകൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ അവിടെയുള്ള ഞരമ്പുകളിൽ സമ്മർദ്ദം ഉണ്ടാവുകയും അത് അമരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കൈകളിലേക്ക് തരിപ്പുണ്ടാകുന്നത്. മറ്റൊരു പ്രധാന കാരണം പ്രമേഹമാണ്. പ്രമേഹത്തിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ പഞ്ചസാരയുടെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകളെ ബാധിക്കുകയും അവിടെ പുകച്ചിലും തരിപ്പുണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത കാരണം എന്ന് പറയുന്നത് തൈറോയിഡാണ്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള വ്യക്തികളിലും ഇത് ഞരമ്പുകളെ ബാധിക്കുകയും അതിന് തരിപ്പുണ്ടാവുകയും ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. വിറ്റമിൻ B12 എന്നത് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു വൈറ്റമിനാണ്. അതിൻ്റെ കുറവ് കൊണ്ട് തന്നെ നമുക്ക് കൈകാലുകളിലുള്ള ഞരമ്പുകൾക്ക് തരിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൂടാതെ സാധാരണമായി കണ്ടുവരുന്ന അത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ടും നമ്മുടെ തരിപ്പുണ്ടാകാറുണ്ട്. പ്രധാനമായും ഉറങ്ങുമ്പോൾ നമ്മുടെ കൈകൾ അടിയിൽപ്പെടുക അല്ലെങ്കിൽ ദീർഘനേരം ഒരു ലോങ് ആയിട്ട് ഒരേ ഇരിപ്പ് ഇരിക്കുക അല്ലെങ്കിൽ ഒരേപോലെ കിടക്കുകയോ എന്തെങ്കിലും ഒരു പൊസിഷനിൽ ദീർഘനേരത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ അവിടെ തരിപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ കൂടാതെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ്. സാധാരണ ചില സമയത്ത് നമ്മുടെ രക്തക്കൊഴലുകൾ അതായത് ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയുകയും അതുകൊണ്ട് തന്നെ അവിടെ തരിപ്പുണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള തരിപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ മെഡിക്കൽ ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.